അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹൃദയഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹൃദയഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. 6 വീടുകൾക്ക് ശിലയിട്ടു. ശിലാസ്ഥാപനം കൊച്ചി രൂപത മുൻ ബിഷപ്പ് ജോസഫ് കരിയിൽ നിർവഹിച്ചു. എരമല്ലൂർ തോട്ടപ്പള്ളി ക്ഷേത്രത്തിന് സമീപത്തുള്ള വരേക്കാട്ട് സേവ്യറിന്റെ 55 സെന്റ് സ്ഥലത്ത് നിന്ന് 20 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയാണ് നിർമ്മാണം നടത്തുന്നത്. അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിന്റെ കാരുണ്യ സ്പർശം പദ്ധതിയിലൂടെ 13ഓളം വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. സ്കൂൾ PTA നേതൃത്വത്തിലാണ് നിർമ്മാണം നടത്തുന്നത്. സ്കൂളിലെ നല്ലപാടം NSS സുമനസുകളുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ₹1 ചലഞ്ച് നടത്തിക്കൊണ്ടും പണം സമാഹരിച്ചും പലവിധത്തിലുള്ള മറ്റു ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ടുമാണ് അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂൾ ഇതുപോലെയുള്ള നിർധനരായവർക്ക് ഭവന പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നത്. 12 വർഷം കൊണ്ട് 13 വീടുകൾ അവർ ലേഡി ഓഫ് സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊടുക്കുവാൻ സാധിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലെ ഏറ്റവും നിർധനരായ കുടുംബത്തെ കണ്ടെത്തുകയും ആ കുടുംബത്തിന് ഒരു ഭവനം പണിതു കൊടുക്കുന്ന രീതിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി, പ്രധാനാധ്യാപിക സിസ്റ്റർ ജാസ്മിൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാനി, മാനേജർ സിസ്റ്റർ ജൂഡി, സുപ്പീരിയർ സിസ്റ്റർ സഹായ, അധ്യാപകർ, PTA പ്രസിഡന്റ് ബെന്നി, മറ്റു അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ജോസഫ് കരിയിൽ വിതരണം ചെയ്തു. നീതിരാജ്, നോബി സേവ്യർ, ആന്റണി പിയു, തങ്കച്ചി ഫ്രാൻസിസ്, എമിലി ജാൻസി, മേരി ലിസി എന്നിവർക്കാണ് വീട് വെച്ച് നൽകുന്നത്. അരൂർ MLA ദലീമ ജോജോ, എഴുമുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് R പ്രദീപ്, 8ാം വാർഡ് മെമ്പർ തങ്കമണി സോമൻ, ഇടവക വികാരി ഫാദർ ജോസഫ് കരുത്തോടത്ത്, ഫാദർ ലിനീഷ്, ഫാദർ ജസ്റ്റിൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി, സ്കൂൾ മാനേജർ സിസ്റ്റർ ജൂഡി, സുപ്പീരിയർ സിസ്റ്റർ സഹായ, PTA പ്രസിഡന്റ് ബെന്നി സി, NSS കോർഡിനേറ്റർ കലേഷ് ജോജോ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.